guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഫാം ഡി കോഴ്സ് കർണാടകയിൽ പഠിക്കണം. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ പഠിക്കണോ പുറത്ത് പഠിക്കണോ എവിടെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല ഫാം ഡി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ചാനലിലുണ്ട്, അതും ഒന്ന് മറക്കാതെ കാണുക. കൂടാതെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഫാം ഡി എന്ന് പറയുന്നത് മരുന്നുകളെ പറ്റി അത്രയധികം നോളജുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, അതായത് അങ്ങനെയുള്ളവരാണ് ഈ ഫാം ഡി പഠിച്ചിറങ്ങിയവരെന്ന് പറയുന്നത്. നിങ്ങൾ +2 സയൻസ് സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാം ഡി പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഫാം ഡിയും ഡി ഫാമും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഡി ഫാം എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ആൻഡ് ഫാം ഡി എന്ന് പറയുന്നത് നിങ്ങൾ ഫാർമസി എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇത് അറിവില്ലാതെ ഡിപ്ലോമ എടുത്തിട്ട് ഇനി എങ്ങനെ ഫാം ഡി എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾക്ക് ചേരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് കർണാടക ചൂസ് ചെയ്യണം, അതായത് ഫാം ഡി പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ കർണാടക ചൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന എക്സ്പോഷർ ആൻഡ് ഫെസിലിറ്റീസ് അത് തന്നെയാണ്. നമുക്കിപ്പോൾ നാട്ടിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ അവൈലബിലിറ്റി അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, പക്ഷേ ചിലപ്പോൾ സീറ്റ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കാം. ഇനി സീറ്റ് ഉണ്ട് എങ്കിൽ തന്നെ വളരെ കോമ്പറ്റീഷൻ കൂടിയ ഒരു ഫീൽഡായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾ കർണാടക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ടോപ്പ് കോളേജസ് വളരെ അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട്. അതുമാത്രമല്ല ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തണം. ഫാർമസി പ്രാക്ടീസ് ലാബ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ലാബ്, ഫാർമക്കോളജി ലാബ്, pharmaceutical analysis lab, hospital or clinical pharmacy, patient counseling center, research labs. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ക്യാമ്പസ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേരളത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയി കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എന്നാൽ ഇവിടെ കർണാടകയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉറപ്പായിട്ടും തരുന്ന ഫെസിലിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായി സാധിക്കും. മാത്രമല്ല ടോപ്പ് ക്യാമ്പസുകളിൽ, അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങാം. അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വളരെ ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടോപ്പ് കോളേജസുമായിട്ട് ഒരു ടൈപ്പ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് നേടാൻ സാധിക്കും. അല്ലെങ്കിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എബ്രോഡ് പോയാൽ ഒരുപാട് ചാൻസ് ഉള്ളൊരു കോഴ്സാണ് ഫാം ഡി എന്ന് പറയുന്നത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസും നിങ്ങളെ എബ്രോഡിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യമാണ്, അതാണ് മെയിൻ കാര്യം, ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി. നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി പഠിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ് ഒരുപാട് കൾച്ചേഴ്സ് മിങ്കിൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പഠിക്കുന്നത്. കർണാടക അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് സ്റ്റേറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിലൂടെ അത്തരത്തിൽ ഒരുപാട് ലാംഗ്വേജസുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും എല്ലാത്തിനുള്ള ഒരു അവസരം കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻസി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നൊരു കോഴ്സ്, അതായത് അത്രയും മികച്ചൊരു കോഴ്സാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ കർണാടകയേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടില്ല. ഇനി ടോപ്പ് ബാംഗ്ലൂരിലെ, അതായത് ബാംഗ്ലൂരിൽ ഫാം ഡി പഠിക്കാൻ പറ്റിയ ടോപ്പ് കോളേജസ് അല്ലെങ്കിൽ കർണാടകയിൽ പഠിക്കാൻ പറ്റിയ ടോപ്പ് കോളേജസ് എല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയർ കർണാടകയിലാവട്ടെ, ഇവിടുത്തെ മികച്ച യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്നാവട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ ഓൾവേസ് ചൂസ് ദ റൈറ്റ് വൺ. അതായത് റൈറ്റ് പ്ലേസിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് കരിയർ തന്നെ കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രീ കരിയർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ